ആശയത്തിൻ്റെ നമ്മുടെ പ്രയോഗവൽക്കരണമാണ്. അപ്പം ഇന്നും അത് പതിവായി നടത്തി വരുന്നത് വലിയ സംഗതിയാണ്. ബഹുമാന്യായ തങ്ങളും അതുപോലെ തന്നെ മറ്റുള്ളവരും തങ്ങൾ ഇവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, റിലേ പ്രവർത്തനങ്ങൾ സംസ്ഥാന അടിസ്ഥാനത്തിൽ നടത്തുന്നു. അതിനേക്കാൾ കൂടുതൽ ഇതേപോലെ ഓരോ ഘടകങ്ങളും നടത്തുന്നു. അതാണ് കൊട്ടിഘോഷിക്കാതെ വലിയ പ്രചാരം കൊടുക്കാതെ ഓരോ പ്രദേശത്തും ഈ മുൻകൈ വരുന്നുണ്ട്. വാർഡ് തലത്തിൽ, ടൗൺ തലത്തിൽ, പ്രാദേശികമായി ഒക്കെ എല്ലാവരും 10 ആൾ കൂടിയിട്ടെങ്കിലും ഈ മാസം അതുപോലെയുള്ള സന്ദർഭങ്ങളിലൊക്കെ കുറച്ച് പാവങ്ങളെ സഹായിക്കുന്ന പരിപാടി സംഘടിപ്പിക്കും. അതിങ്ങനെ വർദ്ധിച്ച് നോമ്പല്ലാത്ത കാലത്തും ഒക്കെ നടത്താൻ നമുക്ക് കഴിഞ്ഞാൽ സമൂഹത്തിൽ എത്രമാത്രം ആശ്വാസവും അതുപോലെ തന്നെ പാവങ്ങൾക്ക് എത്രമാത്രം ഗുണവുമുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. വാക്കുകൊണ്ട് പറഞ്ഞതിന് പകരം പ്രവൃത്തിയോട് കാണിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അതാണ് ഈ നടക്കുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ബഹുമാനായ കെടിയക്കാരെ കുറിച്ചാണ് ഇവിടെ അനുസ്മരിക്കുന്നത്. ബഹുമാനായ ശിഹാബ്ദങ്ങൾ അനുസ്മരണവും നമ്മുടെ പരിപാടിയിലുണ്ട്. സത്യത്തിലെ ബഹുമാനായ ശിഹാബ്ദങ്ങളുടെ ഗുണവിശേഷങ്ങളായി ഇന്ന് ഇവിടെ നാനാ ജാതി മതസ്ഥരും മറ്റുള്ളവരൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കതയാണ്. അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കമായ, വളരെ സാധുവായ, വളരെ എന്താ പറയുക, യാതൊരു നിസ്വാർത്ഥവുമായ, യാതൊരു സ്വാർത്ഥതയും തൊട്ടത് കണ്ടാൽ എല്ലാ ആളുകളെയും കാണുമ്പോൾ അവരൊക്കെ ഒരേപോലെ കൈ അങ്ങോട്ട് പിടിച്ച് വളരെ സൗഹാർദ്ദപൂർവ്വം ഉള്ള ആ ഭാവം, ആ നിഷ്കളങ്ക ഭാവം, അതാണ് ബഹുമാനായ ശിഹാബ്ദങ്ങളുടെ ആ നിസ്വാർത്ഥവും നിഷ്കളങ്കവും പൊതുജീവിതത്തിൽ എല്ലാവരെയും ഒരുപോലെ കാണുന്നതും പാർട്ടി താല്പര്യവും സാമൂഹ്യ താല്പര്യവും ഒക്കെ ഏറെ കിട്ടിയിട്ടുള്ള ഒരാളാണ് ബഹുമാനായ കെടിയാക്ക. നമ്മളിപ്പോൾ ഇവിടെ അനുസ്മരിക്കുന്ന വ്യക്തി. നമുക്കറിയാം, അദ്ദേഹത്തെ ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. അദ്ദേഹത്തെ ഇപ്പോൾ ഓർക്കുമ്പോൾ ഏതൊരാൾക്കും ഓർമ്മയിൽ വരിക തീർച്ചയായും വാക്കുകൊണ്ട് പറയല്ല, പക്ഷേ അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് എപ്പോഴും പൊതുവിലുള്ള കാര്യങ്ങളേ ഉള്ളൂ, ആളുകളുടെ കാര്യങ്ങൾ, നാട്ടിൻ്റെ കാര്യം, മദ്രസിൻ്റെ, പള്ളിയുടെ, അതുപോലെ പാർട്ടിയുടെ പൊതുവായ കാര്യം. ഒരു വിഷയം വന്നാലും ബഹുമാനായ കെടിയാക്കാക്ക് എപ്പോഴും പൊതു താല്പര്യമേ ഉള്ളൂ. ഞാൻ വളരെ കാലം അദ്ദേഹത്തോടൊപ്പം ഒരുമിച്ച് പ്രവർത്തനം നടത്തിയതാണ്. അവസാനം വരെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിരുന്ന ആളാണ്. ആദ്യകാലത്തൊക്കെ നിരവധി വിഷയങ്ങൾ ഒരുമിച്ച് കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ അവസാനം കെടിയാക്ക പറയുന്ന ചില കാര്യങ്ങൾ, ഏത് വിഷയമായി ഒന്നുകിൽ പാർട്ടി താല്പര്യം എന്താണ്, അതിലെ സത്യം എന്താ നോക്കണം, എന്നൊരാൾ പറഞ്ഞാൽ അതാണ് ഒരു നല്ല മനുഷ്യന്റെ അടയാളം. സത്യം നോക്കണം. നമ്മളതിൽ സത്യം പറയാൻ പറ്റുള്ളൂ. സന്ദർഭത്തിനനുസരിച്ച് എന്തെങ്കിലും ഒരു കളവ് പറയാം എന്ന് പറഞ്ഞാൽ അതിന് ഉപരം കിട്ടൂല. അതിന് സത്യം പറയാൻ പറ്റുള്ളൂ എന്നർത്ഥം. അതുപോലെ വലിയ ഇഷ്യൂ വന്നാൽ അതിനെ ഒരു തന്ത്രമല്ല ബഹുമാനായ കെടിയാക്ക ആലോചിച്ചത്. അതിന് നമ്മൾ പാർട്ടി താല്പര്യം എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ പൊതു താല്പര്യം എന്താണ് എന്നാണ് ഉടനെ ചോദിക്കുന്നത്. അതാണ്, അങ്ങനെയാണ് ആളുകൾ, നേതാക്കൾ, ജനങ്ങൾ ബഹുമാനം പിടിച്ചു പറ്റുന്നത്. അങ്ങനെയാണ് ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ ഒരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ അവിടെ അതിലെ സത്യവും നീതിയും അതുപോലെ തന്നെ അവിടെ പൊതു താല്പര്യവും പാർട്ടി താല്പര്യവും അല്ലെങ്കിൽ നാടിൻ്റെ താല്പര്യവും ഒക്കെ നോക്കുക എന്ന് പറയുമ്പോൾ ആ വ്യക്തി തന്നെയാണ് നേതാവ്. ആ വ്യക്തിയിൽ ആളുകൾക്ക് വിശ്വാസം ജനിക്കും. എന്നെ പലപ്പോഴും എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് അദ്ദേഹം വളരെ കർക്കശമായ ഭാഷയിൽ എന്നോട് പറഞ്ഞത് പല സംഭവവികാസങ്ങളും എനിക്ക് ഓർമ്മയുണ്ട്. അക്കാര്യത്തിൽ അങ്ങനെയല്ല കേട്ടോ, ശരിയല്ല, അത് തിരുത്തണം, ഇങ്ങനെയാണ് വേണ്ടത് എന്ന് വളരെ കർക്കശമായ ഭാഷയിൽ പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കാരണം അങ്ങനെയുള്ള, അതുകൊണ്ടാണ് കെടിയാക്കനോട് ഒരു തീർത്താൽ തീരാത്ത ബഹുമാനം എല്ലാവർക്കും ഉള്ളത്. അദ്ദേഹത്തിൻ്റെ ജീവിതം തീർച്ചയായിട്ടും ഒരു നല്ല മനുഷ്യൻ്റെ ജീവിതമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് അദ്ദേഹം എല്ലാവർക്കും അറിയാവുന്നതുപോലെ പൊതുജീവിതത്തിൽ ഒരുപാട് സംഭാവനകൾ അവനവൻ ജീവിക്കുന്ന പ്രദേശത്ത് അതിൻ്റെ ചുറ്റുപാടിൽ അതിലുള്ള ആളുകൾക്ക് ഗുണം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ആത്യന്തികമായി ഒരു മനുഷ്യന് ചെയ്യാനുള്ളത്.
അതാണ് അയൽക്കാരോട് ചോദിച്ചാൽ അറിയാം അദ്ദേഹത്തെക്കുറിച്ച് എന്ന് പറയുന്നത് പോലെ സ്വന്തം നാട്ടിൽ ബഹുമാനം പിടിച്ചു പറ്റുന്ന ഒരാൾ നല്ല തന്നെ. അദ്ദേഹത്തിന് ആളുകളുടെ പ്രാർത്ഥനയുണ്ട്. തീർച്ചയായും ഈ നല്ല ദിവസം ഈ സമയത്ത് കേട്ടയാക്കാൻ അനുസ്മരിക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ പൊതുജീവിതം കൊണ്ട് അദ്ദേഹത്തിന് പരലോകത്ത് ഗുണം ലഭിക്കുമാറാകട്ടെ. ബഹുമാനായ ശിഹാബ് തങ്ങൾ കാണിച്ചു തന്ന ആ പാതയിലൂടെ സഞ്ചരിക്കുവാനും അതുപോലെ തന്നെ ശിഹാബ് തങ്ങൾ സമൂഹത്തിന് സംഭാവന ചെയ്ത അതേ സൗഹൃദവും അതേ ഐക്യവും അതേ നേതൃപാഠവും ഒക്കെ ആയി മുന്നോട്ട് പോകാൻ അള്ളാഹു ബഹുമാനായ ശിഹാബ് തങ്ങൾക്കും നമുക്കൊക്കെയും അതിനുള്ള ഇടം നൽകട്ടെ, കഴിവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഉമർ എം.എൽ.എ സാഹിബ് ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട കൃഷ്ണമാരെ, ബഹുമാനപ്പെട്ട സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ പണക്കാട് ശാസ്ത്രമായിട്ടുള്ള ജനറൽ സെക്രട്ടറി കുഞ്ഞാലി സാഹിബ്, രീതിയിലുള്ള മറ്റ് നേതാക്കന്മാർ, സുഹൃത്തുക്കളെ ദീർഘിച്ച ഒരു പ്രസംഗത്തിന് മുന്നിൽ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ബഹുമാനപ്പെട്ട തങ്ങളും കുഞ്ഞാലി സാഹിബ് ഈ റിലീഫ് പ്രവർത്തനത്തിൻ്റെ പാർട്ടിയുടെ പ്രവർത്തനത്തിൻ്റെ മാതൃകയെ സംബന്ധിച്ച് അന്തസ്സത്തെ സംബന്ധിച്ചുള്ള പ്രതിപാദിക്കുകയാണ്. സംസ്ഥാനത്ത് ഒരു ഗവൺമെൻറ്റിന് പോലും ഒരു ഘട്ടത്തിൽ ചെയ്യാൻ കഴിയാത്ത അത്രമാത്രം റിലീഫ് പ്രവർത്തനം പാർട്ടിയുടെ പേരിൽ കാലാകാലങ്ങൾ നടത്തപ്പെടുകയാണ്. രാജ്യത്ത് ഒരു മൗന വിപ്ലവത്തിന് നേതൃത്വം കൊടുക്കുകയാണ് നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ. ഇവിടെ പറഞ്ഞതുപോലെ 50 വർഷമായി തുടരുന്ന പ്രവർത്തനം ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സാഹിബ് സൂചിപ്പിച്ച പോലെ പ്രവർത്തനത്തിൻ്റെ ശൈലിയിൽ ചെറിയ വ്യത്യാസങ്ങൾ. മുമ്പ് കഞ്ഞി വെച്ച് വളർന്നതാണെങ്കിൽ ഇപ്പോൾ വീട് കയറുന്നത്, അതല്ലെങ്കിൽ ചികിത്സയ്ക്ക്, ഇങ്ങനെയുള്ള വിവിധ തലങ്ങളിലേക്ക് സഹായങ്ങൾ മാറ്റിക്കൊണ്ട് കൂടുതൽ വിപുലപ്പെടുത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട തങ്ങൾ നമ്മളെ വിട്ടുപിരിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രത്യേകമായ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ശക്തമായ രീതിയിൽ എല്ലാ വാർഡ് തലങ്ങളിൽ സംസ്ഥാന തലം വരെ നിറഞ്ഞു നിൽക്കുന്ന റിലീഫ് പ്രവർത്തനം സംസ്ഥാനത്ത് തന്നെ മാതൃകയായി കുറ്റമറ്റ രീതിയിൽ നടത്താൻ നമ്മുടെ പ്രവർത്തകന്മാർക്ക് കഴിയുന്നു എന്നത് ഏറെ സന്തോഷകരമാണ്. കൂട്ടത്തിൽ മഹാനായ തങ്ങളവരുകളെയും അതുപോലെ തന്നെ ഇവിടെ പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിൽ നിസ്വാർത്ഥമായ സേവനം നടത്തിയിട്ടുള്ള കേട്ടിയാക്കിയും അനുസ്മരിക്കുന്ന ചടങ്ങുകൾ സംഘടിപ്പിച്ചിട്ടുള്ള അതേ പ്രവർത്തകന്മാർ വളരെ നല്ല മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും നന്മകളും ആശംസകളും നൽകി എൻ്റെ വാക്കുകൾ നിർത്തുന്നു.